السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. الله سبحانه وتعالى ഈമാൻ സലാമത്തായി മരിക്കുന്ന മുത്തഖീങ്ങൾ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി നമ്മളൊക്കെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അപകടമരണങ്ങളിൽ നിന്നും അതുപോലെയുള്ള പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയുമൊക്കെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. എല്ലാ ദിവസവും നമ്മൾ അപകടങ്ങൾ കേൾക്കുന്ന എല്ലാവരും ദുആ ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ ചരിത്ര പഠനമാണല്ലോ നാം നടത്തുന്നത്. ഇന്നലെ നാം പറഞ്ഞു വെച്ചത് ഇങ്ങനെ സമസ്ത ഒരു കേസ് കൊടുത്തു. ആ കൊടുത്ത അടിസ്ഥാനത്തിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോ അവരും സമസ്ത എന്ന് പറയുന്നു, നമ്മളും സമസ്ത എന്ന് പറയുന്നു. ഇത് രണ്ടിനും ഇവിടെ ഒരു വിലക്കാർക്കും കൊണ്ടുവരാനും കഴിയുന്നില്ല. നമുക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം, പക്ഷേ അങ്ങനത്തെ നൂലാമാലയിലേക്ക് പോകണ്ട എന്ന് മനസ്സിലാക്കിയ കേസ് കഴിഞ്ഞ് ആ കാര്യങ്ങളൊക്കെ പൂർത്തിയായതിനു ശേഷം അപ്പോൾ തീരുമാനിക്കാം എന്നാണ് ആലിമീങ്ങളുടെ തീരുമാനം. ഇവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ അതിഗംഭീരമായി നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ നടക്കുന്നുണ്ട്. 25 വർഷം കൊണ്ട് 250 വർഷത്തെ പ്രവർത്തനം നമുക്കിവിടെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. 25 വർഷം കൊണ്ട് 250 വർഷം പ്രവർത്തിച്ചാലുള്ള നേട്ടം ഇവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ വെറുതെ പറയുന്നതല്ലല്ലോ. കേരളത്തിലൊന്നിറങ്ങി ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ മതി. അതിലെ വടക്ക് മഞ്ചേശ്വരം മുതൽ തെക്ക് പാറശാല വരെയുള്ള ഈ പ്രവർത്തനത്തിന്റെ ഏകോപനം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ 250 കൊല്ലത്തെ അല്ല, അതിനേക്കാൾ കൂടുതൽ കൊല്ലത്തെ പ്രവർത്തനം നടന്നു എന്ന് തോന്നും. നിരവധി സ്ഥാപനങ്ങൾ, നിരവധി പള്ളികൾ, അതുപോലെ കണക്കില്ലാതെ സാന്ത്വന പ്രവർത്തനങ്ങൾ, സാമൂഹ്യ പ്രവർത്തനങ്ങൾ, ഇതിലൊക്കെ വളരെ മുൻപന്തിയിൽ നിന്ന് സുന്നികളുണ്ട് എന്ന് എല്ലാവരും ഏകണ്ഠമായി സമ്മതിക്കും. ഇപ്പോ ഈ ഒരു മാസം തന്നെ, അഥവാ ആഗസ്റ്റ് ഈ മാസം, നാം ആരോഗ്യ കേരള മാസമായി ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. രോഗം എങ്ങനെ വരുന്നു, രോഗത്തിന് എങ്ങനെ പ്രതിരോധിക്കണം, നമ്മുടെ വീടും പരിസരവും ഒക്കെ എങ്ങനെയായിരിക്കണം, മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആളുകളെ ഉത്ബോധിപ്പിക്കുക. അത് വെറും ഒരു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ മാത്രം ബാധ്യതയല്ല. ഇവിടെ ശുദ്ധിയുണ്ടായിരിക്കുക, വൃത്തിയുണ്ടായിരിക്കുക. വൃത്തിയും ശുദ്ധിയും വേറെ തന്നെയാണ്. ശുദ്ധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ മാലിന്യങ്ങളിൽ നിന്നും മുക്തമായിരിക്കുക. ലബർക്കുള്ളിൽ മൂത്രമൊന്ന് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാതിരിക്കണം. അതുകൊണ്ടാണ് ശുദ്ധിയും വൃത്തിയും വേറെയായത്. വൃത്തി എന്ന് പറഞ്ഞാൽ കാഴ്ചക്ക് തിരക്കടില്ല, നല്ല ഡ്രസ്, അവൻ കുളിച്ചിട്ടുണ്ട്, ഒക്കെയുണ്ട്, അവൻ വൃത്തിയുള്ളവരാണ്. പക്ഷെ വൃത്തിയുള്ള എല്ലാവരും ശുദ്ധിയുള്ളവരായിരിക്കണമെന്നില്ല. ശുദ്ധിയുള്ളവരൊക്കെ വൃത്തിയുള്ളവരാകും. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുത്ത മതമാണല്ലോ പരിശുദ്ധമായിരിക്കുന്ന അല്ലാഹു പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്നില്ലേ. അപ്പൊ ആ ശുദ്ധിയുള്ളവർ, ആ മാനസികമായും ശാരീരികമായും ശുദ്ധിയുണ്ട്. അതിന്റെ ക്യാമ്പയിനാണ് കുടുംബയോഗം, അതുപോലെ ചർച്ചാ ക്ലാസുകൾ, ശുചീകരണ പ്രവർത്തനം. ഇതൊക്കെ ഈ ഒരു മാസം നടത്താൻ മേൽഘടകം ആവശ്യപ്പെടുകയും അത് ആവേശത്തോടുകൂടി ഏറ്റെടുത്ത് പ്രവർത്തകർ അത് നിറവേറ്റുകയും ചെയ്യുന്നു. അങ്ങനെ സുസജ്ജമായി നമ്മളെ കാര്യങ്ങളൊക്കെ ഏത് മേഖലയിലായിരുന്നാലും പ്രവർത്തന രംഗത്തുണ്ട്. ഇപ്പൊ നോമ്പ് കഴിഞ്ഞ് എത്രയോ പുതിയ മദ്രസ ഉദ്ഘാടനം കഴിഞ്ഞു. അത് ദീനീ രംഗത്തുള്ള ചലനം. എത്രയോ സ്ഥലത്ത് പുതിയ ദർസുകൾ തുടങ്ങി. ഇങ്ങനെ ദീനീ രംഗത്തും സാമൂഹിക രംഗത്തും സാന്ത്വന രംഗത്തുമൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ
നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്, അത് നടക്കുന്നുമുണ്ട്. അപ്പൊ അതുകൊണ്ട് സമസ്ത എന്ന് പറഞ്ഞ് അവർ നിൽക്കുകയാണെങ്കിൽ ഓലങ്ങൾ നിന്നോട്ടെ. പക്ഷേ ഞാൻ പണ്ട് കുറച്ച് മുമ്പ്, വളരെ മുമ്പൊന്നുമല്ല, നമ്മൾ ഈ ക്ലാസ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ നിങ്ങളെ അറിയിച്ച പ്രകാരം കോഴിക്കോട് ജില്ലാ രജിസ്റ്റർ ഓഫീസിൽ യഥാർത്ഥമായ റിക്കാർഡുള്ളത് നമ്മുടെ സമസ്തക്കാണ് എന്ന് അന്ന് ആധികാരികമായി ഞാൻ പറഞ്ഞിരുന്നു. ആ കാര്യം മുതലക്കുളം മൈതാനിയിൽ വെച്ച് പരസ്യമായി ജനങ്ങളെ അറിയിക്കുകയും ചെയ്തിരുന്നു. പിന്നെ മറ്റ് പൂക്കോട്ടൂർക്കാരെ പോലെയുള്ള ശമ്പളം വാങ്ങി ജോലി ചെയ്യാതെ ജീവിക്കുന്നവരൊക്കെ അതവരങ്ങനെ കൊടുത്തു, മറ്റൊരു ലിസ്റ്റും കൊടുത്തു, എന്നിട്ട് ഇവർ അതാ തീരുമാനിച്ചത് എന്നൊക്കെ അവർ ജനങ്ങളോട് ഇങ്ങനെ പറയും. പക്ഷെ റിക്കാർഡ് അവർക്ക് കൊണ്ടുകൊടുക്കാൻ കഴിയില്ല. നാം മുതലക്കുളം മൈതാനിയിൽ ചെയ്തത് റിക്കാർഡ് കാണിച്ചു കൊടുത്തുകൊണ്ടാണ്. 1936 മുതൽ 39 വരെ 42, 45, 48, 51, 83, 86, 89, 62, 65 അങ്ങനെ 89 വരെ 89 പുനഃസംഘടിപ്പിക്കപ്പെട്ട ലിസ്റ്റും. എന്നിട്ട് അവിടുന്ന് 2 കൊല്ലം കൂടി കഴിഞ്ഞതിന് ശേഷമാണ് മുതലക്കുളം മൈതാനിയിൽ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. അവിടെ വെച്ച് അന്നുള്ള ലിസ്റ്റും, അഥവാ മഹാനായ താജുൽ ഉലമ പ്രസിഡന്റും കമറുൽ ഉലമ സെക്രട്ടറിയും ആ സമസ്തയിലുള്ള മെമ്പർമാരുടെ പേരും അതുവരെയുള്ളതും അതും വായിച്ച് അതിനെ ആ ജില്ലാ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് കൊടുത്ത സർട്ടിഫിക്കറ്റ് ജനങ്ങൾക്ക് വ്യക്തമായി കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ആ യോഗം വന്ന് അവിടെ അവസാനിപ്പിച്ചത്. അങ്ങനെ ആധികാരികമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ധാർമ്മികമായി സമസ്ത എന്ന് പറയാൻ, അഥവാ മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ സ്ഥാപിച്ച ആ സമസ്തയുടെ പിന്തുണാവകാശം ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന മഹാനായ റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദിനും ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട കമറുൽ ഉലമ കാന്തപുരം ഉസ്താദിനും ഈ 2 മഹാന്മാരുടെ സഹപ്രവർത്തകരായിക്കൊണ്ട് ഉഷാവറയിൽ പ്രവർത്തിക്കുന്ന വലിയ നേതാക്കളാകുന്ന നേതാക്കൾക്കും ആലിമീങ്ങൾക്കുമാണ് എന്ന് ആധികാരികമായി നമുക്ക് അവരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് വസ്തുത. പക്ഷേ ധാർമ്മിക ബോധം തീരെ ഇല്ലാത്തതിന്റെ പേരിൽ ഒരു സ്റ്റാറ്റസ്കോ എന്ന ചെറിയ ഒരു പുടിവള്ളിയിൽ പിടിച്ചുകൊണ്ട് അവർ ഈ അധികാര സ്ഥാനങ്ങൾ കൈയാളുകയും അതിന്റെ പേരിൽ നാട്ടിൽ കുഴപ്പവും പ്രശ്നങ്ങളും ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സംഘടനയായി അവർ അധപ്പതിച്ചിരിക്കുന്നു എന്നത് ഖേദത്തോടുകൂടിയല്ലാതെ പറയാൻ നിവർത്തിയില്ല. അല്ലെങ്കിൽ അവര് നമുക്ക് കാണിച്ചു തരട്ടെ. ഈ സമസ്ത ഇപ്പോ കാന്തപുരവും മറ്റുമൊക്കെയാണ് പോയപ്പോ എന്നാ ഓർക്കൊക്കെ റെഡിയായി കിട്ടി, ഇനി ആരും സജ്ജമല്ല എന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ച അവര് മഹാനായ താജുൽ ഉലമ മുഷാവറയിൽ നിന്ന് ഇറങ്ങിപ്പോന്നിട്ട് ഇപ്പൊ 26 കൊല്ലം കഴിഞ്ഞു. ഈ 26 കൊല്ലം കൊണ്ട് എന്ത് പുതുതായ നേട്ടങ്ങളാണ് ഈ സമുദായത്തിന്, ഈ രാജ്യത്തിന് വരുത്തി തീർക്കാൻ അവർക്ക് കഴിഞ്ഞത് എന്ന് പൊതുജനങ്ങളുടെ മുന്നിൽ ഒന്ന് പരസ്യമായി പറയാൻ അവർ തയ്യാറുണ്ടോ എന്ന് നാം ചോദിക്കുക. ഞങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു, ഇന്ന പുരോഗതി ഉണ്ടാക്കി. 89 ഞങ്ങൾ പട്ടിക്കാട് കോളേജിൽ ഇത്ര കുട്ടികളാണ് ഉണ്ടായിരുന്നത്, ഇപ്പോൾ ഇത്ര കുട്ടികൾ വർദ്ധിച്ചിട്ടുണ്ട്. മഹാനായ മർഹൂം ശംസുൽ ഉലമ തന്റെ അവസാന കാലത്ത് പ്രിൻസിപ്പൽ സ്ഥാനം വഹിച്ചിരുന്ന നന്ദി ദാറുസ്സലാം അറബി കോളേജിൽ 89 ഉണ്ടായിരുന്ന കുട്ടികൾ എത്ര, ഇപ്പൊ 26 കൊല്ലത്തിന് ശേഷം അതിന്റെ പുരോഗതി എത്ര കുട്ടികളുണ്ട്? ഞാൻ 1-2 ഉദാഹരണം പറഞ്ഞതാണ്. എങ്കിൽ 89 8,000-ൽ താഴെ മാത്രം കുട്ടികളുണ്ടായിരുന്ന കാന്തപുരം ഉസ്താദ് നേതൃത്വം കൊടുക്കുന്ന മർക്കസ് സഖാഫത്ത് സുന്നിയയിൽ ഇന്ന് ആ ക്യാമ്പസിൽ മാത്രം 20,000-ത്തിലധികം കുട്ടികൾ വിദ്യ നുകരുന്നു. എല്ലാ വിഭാഗവും അതിലുണ്ട്. അറബി കോളേജുണ്ട്, ടീംഖാനയിലുണ്ട്, ബോർഡിംഗ് മാരസയിൽ, ആർട്സ് കോളേജിൽ, സ്കൂളിൽ, അങ്ങനെ പല മേഖലകളിലായി ഇന്ന് 20,000 കുട്ടികൾ ആ ക്യാമ്പസിൽ തന്നെയുണ്ട്. അതിലധികം കേരള മുസ്ലിം ജമാഅത്തിന്റെ ജനറൽ സെക്രട്ടറിയായ
ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന മലപ്പുറം സ്വലാത്ത് നഗരിൽ അത് 990 ശേഷമാണ് അതിന്റെ പിറവി തന്നെ ഉണ്ടായത്. അതിന് മുമ്പതില്ല. 20 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ 20 വർഷം കൊണ്ട് 20,000-ഓളം കുട്ടികൾ അവിടെയും ഇന്ന് പഠിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, ലോകോത്തര നിലവാരമുള്ള ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അറിയുന്ന ഒരു സ്ഥാപനമായി അത് വളരാനും കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ 20 കൊല്ലത്തിലധികമായിട്ടേ ഉള്ളൂ സിറാജുൽ ഹുദ എന്ന സ്ഥാപനം കുറ്റ്യാടിയിൽ തുടങ്ങിയിട്ട്. എത്ര കുട്ടികൾ, എത്ര സ്ഥാപനങ്ങൾ അവിടെ. ഇങ്ങനെ നാം എണ്ണി നോക്കിയാൽ മഞ്ചേശ്വരത്തിന് ഇങ്ങോട്ട് മുഹിമ്മാത്ത്, അതുപോലെ മഹ്വർ, സഅദിയ, അൽമഖർ, ഇങ്ങനെ വലിയ വലിയ സ്ഥാപനങ്ങൾ, കൂടാതെ ചെറിയ സ്ഥാപനങ്ങൾ ഓരോ മേഖലയിൽ വേറെയും. അങ്ങനെ മലപ്പുറം അങ്ങോട്ട് വിട്ടാൽ പിന്നെയും തിരുവനന്തപുരത്തിന് മുമ്പ് എത്രയോ നൂറുകണക്കിന് വലിയ സ്ഥാപനങ്ങൾ. എങ്കിൽ മറുഭാഗത്തോടൊന്ന് ചോദിക്കട്ടെ, നിങ്ങളാണ് സമസ്ത എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നുവെങ്കിൽ ഈ സമസ്തയുടെ ഭരണഘടനയിൽ ഉണ്ടായിരുന്നു വഹാബികളെയും അതുപോലെ മുർത്തദികളെയും എതിർക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആ വകുപ്പിനോടനുബന്ധിച്ച് കേരളത്തിൽ മുസ്ലിംകളുടെ എല്ലാവിധ പുരോഗതിക്കും ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് കൂടി നേതൃത്വം നൽകണം എന്ന്. നിങ്ങൾ എവിടെ, എങ്ങനെ നേതൃത്വം നൽകി? എന്ത് പുരോഗതിയാണ് ഈ സമുദായത്തിന് ഈ സമസ്ത ഇതുവരെ പ്രവർത്തിച്ചിട്ടുണ്ടായത്? അപ്പൊ വേഗം അവർ മറുപടി പറയും, ഞങ്ങൾക്ക് 9,635 മദ്രസയുണ്ട്. അത് എത്രയോ വട്ടം നമ്മൾ പറഞ്ഞതാണ്. നിങ്ങളുടെ സ്വന്തം കുത്തകയല്ല, എല്ലാവരും കൂടി ഉണ്ടാക്കിയതാണ്. ഈ അധികാര രാഷ്ട്രീയത്തിന്റെ ഹുങ്കുപയോഗിച്ചുകൊണ്ട് നിങ്ങൾ മുക്കയുടെ മേൽ കോഴി അടയിരിക്കുന്നത് പോലെ അടയിരിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളവിടെ കുഴപ്പത്തിന് വരാത്തത് കൊണ്ട് നിങ്ങൾക്കങ്ങനെ അടയിരുന്നുകൂടാ. അല്ലാതെ എന്ത് പുരോഗതി നിങ്ങൾ വരുത്തി? ഇത് പ്രിയമുള്ള സഹോദരന്മാരെ, ആ കേളാരി വിഭാഗത്തിന്റെ സാധാരണക്കാരോട് നിങ്ങൾ ചോദിക്കണം. അവർ മറുപടി പറയട്ടെ, അവർ നേതാക്കളോട് ചോദിച്ചെങ്കിൽ പറയട്ടെ. എന്നിട്ട് അവർക്ക് ഈ സത്യം മനസ്സിലാക്കി അവരെ സുന്നത്ത് ജമാഅത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് മറ്റൊരു പരിപാടി ഇവിടെ ഉള്ളതിന്റെ പേരിൽ തീരെ സമയമില്ലാത്തതുകൊണ്ടും തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഒരു 13 മിനിറ്റിലായിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യം നമുക്ക് വിശദമായ ഒരുപാട് കാര്യങ്ങൾ പലതും പറയാനുണ്ട്. ഇവിടെ ബാങ്ക് വിളിക്കുന്ന കാര്യത്തിനെ കുറിച്ച് പറഞ്ഞതും അതിൽ നേതാക്കൾ ഇടപെട്ടതും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് വിശദീകരിക്കാൻ സാധിക്കും. നമുക്കത് പിന്നീടാകാം. ഈ അത്യാവശ്യ കാര്യത്തിന് പോകാനുള്ളത് കൊണ്ട് ഞാൻ ഇന്ന് അവസാനിപ്പിക്കുന്നു. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയ്യത്തോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി